ഷിരൂരിൽ ഇന്ന് വീണ്ടും കാണാതായ അർജുന് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഇന്നലെയാണ് കാണാതായ ആ ലോറിയുടെ ജാക്കി, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. ആ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ പ്രദേശത്താണ് സ്വാഭാവികമായും ശക്തമായ തെരച്ചിൽ ഇന്ന് ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ന് രാവിലെ പുനരാരംഭിക്കുകയാണ്. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, ഷിരൂരിൽ തെരച്ചിൽ ആരംഭിക്കുന്നു. പ്രത്യേകിച്ചും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു. ലോറിയുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ലോറിയുടെ ഭാഗമായിരുന്ന ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ കണ്ടെത്തി എന്നുള്ളത് വളരെ ശുഭസൂചകമായ കാര്യമാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയല്ലേ ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുന്നത്? എത്ര മണിയോടുകൂടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്? നാവികസേനയുടെ സഹായവും ഇന്ന് ലഭ്യമാണോ ആനന്ദ്? ആനന്ദ്, ഇന്ന് അർജുനായിട്ടുള്ള വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. ഇന്നലെയാണ് ഗംഗാവലി പുഴയിൽ നിന്നും ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ലോറിയുടെ ജാക്കി തന്നെയാണ് എന്ന് ലോറി ഉടമ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ച നാവികസേനയുടെ സഹായവും ഇന്ന് ലഭ്യമാണോ ആനന്ദ്? വിനോദ്, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. നാവികസേനയും ഈശ്വർ മാൽപ്പയും അടങ്ങുന്ന സംയുക്തമായിട്ടുള്ള ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തിരച്ചിൽ തുടങ്ങുക. മാത്രമല്ല NDRFന്റെയും SDRFന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം സംഘങ്ങൾ ഇവർക്ക് പിന്തുണയുമായി ഈ തിരച്ചിലിൽ കൂടെ ഉണ്ടാകും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പേ സംഘം ഈ പുഴയിലിറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിൽ നിർണായകമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. 2 ലോഹ അവശിഷ്ടങ്ങൾ, അതായത് വാഹനങ്ങളുടേതായിട്ട് 2 ലോഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഒന്ന് ഹൈഡ്രോളിക് ജാക്കിയാണ്, മറ്റൊന്ന് ഒരു ലോറിയുടെ, അതായത് ടാങ്കർ ലോറിയുടെ ഒരു ലോഹാവശിഷ്ടവും. ഇതിൽ ഈ ഹൈഡ്രോളിക് ജാക്കി എന്ന് പറയുന്നത് അർജുന്റെ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെതാണെന്ന് ഈ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതൊരു ശുഭസൂചന തന്നെയാണ്, ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഇത്രയും നാളത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ നമുക്ക് കാണിക്കാൻ ഒരു തെളിവ് കൈയോടെ കിട്ടിയിരിക്കുന്നു, തൊട്ട് കാണിക്കാൻ ഒരു തെളിവ് കൈയോടെ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും 10 മണിയോട് കൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ നേവി സംഘം ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കുക എന്ന് തന്നെയായിരിക്കും പ്രാധാന്യം നൽകുന്നത്. കാരണം ഈ കുത്തൊഴുക്കിൽ ലോറിയുടെ സ്ഥാനത്തിന് ഭ്രംശം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയായിരിക്കും ആദ്യം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ലോറിയുടെ സ്ഥാനം കൃത്യമായി തന്നെ തീർച്ചയാക്കിയതിനു ശേഷം ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന തുടരും എന്നാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ഈ പുഴയുടെ വേഗത 2 നോട്ടിക്കൽ മൈലിലേക്ക് താഴെ ആയിട്ടുണ്ട്. അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. മാത്രമല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ഏതാണ്ട് അനുകൂലമായിരിക്കുന്നു. ഈ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കുടുംബം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്തായാലും പ്രതീക്ഷയുണ്ട്, ഈ തിരച്ചിലൊരു പ്രതീക്ഷയുണ്ടെന്നാണ്. മാത്രമല്ല ഈ ഉത്തര കർണാടക കളക്ടർ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഇന്ന് തിരച്ചിൽ ആരംഭിക്കുന്ന കാര്യം അറിയിച്ചിരുന്നു. നേവി സംഘങ്ങളടക്കം ഈ തിരച്ചിലിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് കർണാടക കളക്ടർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. കൂടുതൽ സൂചനകൾ ഇന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലോറി അഥവാ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ ആ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ഉപകരണങ്ങളും ഇന്ന് അവിടേക്ക് എത്തിക്കും. അതുപോലെ ഈ മണ്ണ് മാറ്റുന്നതിനായിട്ടുള്ള ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് തന്നെ കേരളം കർണാടകയിലേക്ക് എത്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് ആനന്ദ് ഷിരൂരിൽ തുടരുന്നുണ്ട്. 10 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും. തത്സമയ വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാവും. 10 മണിയോടുകൂടി നാവികസേനയുടെ സഹായത്തോടു കൂടി ഇന്നലെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയ ഭാഗത്ത് ശക്തമായ തെരച്ചിൽ ആരംഭിക്കുന്നു. പുഴയിൽ ഒഴുക്ക് കുറവാണ്, മഴ കുറഞ്ഞിരിക്കുന്നു, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇന്ന് നടത്തുന്ന തെരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ സംഘം ഷിരൂരിലുണ്ട്. ആനന്ദ് തത്സമയ വാർത്തകൾ നമുക്ക് നൽകുന്നുണ്ടാവും.